ഒരു ആവറേജ് മനുഷ്യന് 60,000-ൽ പരം തോട്ടുകളാണ് ഒരു ദിവസം ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് അത്രയും അധികം ചിന്തകൾ നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ അത്രയും അധികം കാര്യങ്ങളും ഡിസ്ട്രാക്ഷൻസും നമ്മുടെ തലയിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അർജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അർജൻസി ഉള്ള കാര്യമാണ്, പെട്ടെന്ന് വേണം. അതായത് ഒരു ഡെഡ് ലൈൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എക്സാം നാളെയാണ്, അത് ഭയങ്കര അർജന്റാണ് പറയാം. അതേ സമയത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന്, അതായത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമായി. അപ്പോൾ ആദ്യം തന്നെ വാച്ചിങ് സിനിമ. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സിനിമ ഇന്ന് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് വലിയ അർജന്റായിട്ടുള്ള കാര്യമല്ല. അത് കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരത്തില്ല. അപ്പോൾ അത് നോട്ട് ഇമ്പോർട്ടൻറ്റുമാണ്, നോൺ അർജൻറ്റുമാണ്. അപ്പോൾ ഇത് ഇവിടെ വരും, 4ാമത്തെ ക്വാഡ്രന്റിലായിരിക്കും ഇത് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാഷിംഗ് ഡ്രസ്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നാളെ എനിക്ക് ഇട്ടുകൊണ്ട് പോകണം, ഇന്നൊരു ഹോളിഡേ ആണ്, അപ്പോൾ ഇന്ന് എനിക്ക് ഇതിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അത് അർജന്റാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് വേറെയും ഡ്രസ്സുണ്ട്, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഓഫീസ് ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വാഷ് ചെയ്ത് പറ്റും. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റുമാണ്, അർജൻറ്റുമാണ് എന്ന രീതിയിൽ ഞാൻ എഴുതി. അപ്പോൾ ഇത് ആദ്യത്തെ ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. ഇനി അടുത്ത് പ്രിപ്പയറിംഗ് യൂട്യൂബ് വീഡിയോ. ഈ പ്രിപ്പയറിംഗ് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർജന്റ് ടാസ്ക് അല്ല, പക്ഷേ